ഈ ലോകത്തിലായിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ദൈവം പ്രത്യേകം പദ്ധതികൾ നൽകിയിട്ടുണ്ടാകും. എല്ലാവർക്കും പല പല രീതിയിലായിരിക്കും നൽകിയിട്ടുണ്ടാവുക. നമ്മളിലൂടെ നമ്മൾ അറിഞ്ഞിട്ടുള്ള ദൈവത്തിൻ്റെ പ്രകാശം മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനുള്ള ജോലി ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ എന്തിനാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്? നമ്മുടെ സ്വാർത്ഥമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ച് അവയൊക്കെ നേടിയെടുത്ത് ആ സന്തോഷത്തിൽ ഭൂമി വിട്ടു പോകണം എന്നാണോ? അതോ ദൈവത്തിൻ്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് ആ വെളിച്ചത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനാണോ? നമ്മുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഭൂമിയിൽ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. നമ്മുടെ തന്നെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടെന്നല്ല, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, ദൈവം നമുക്കത് തരുകയും ചെയ്യും. പക്ഷെ അതോടൊപ്പം പല സാഹചര്യങ്ങളിലും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ദൈവത്തെ, നമ്മുടെ ഈശോയെ മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കുന്ന കാര്യം ചിലപ്പോഴൊക്കെ നമ്മൾ വിട്ടുപോയിട്ടുണ്ടാവും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 15-16 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഇരുട്ട് മുറിയിൽ ഒരു ചെറിയ വിളക്ക് തെളിയിച്ചാൽ പോലും ഇരുട്ട് മാറി വെളിച്ചമാകും. അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവും മറ്റുള്ളവർക്ക് പ്രത്യാശയുടെയും ധൈര്യത്തിൻ്റെയും വെളിച്ചമാകണം. മറ്റുള്ളവർക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തെ പകർന്നു കൊടുക്കണമെങ്കിൽ ആദ്യം ആ സ്നേഹത്തെ നമ്മൾ തിരിച്ചറിയണം, അല്ലേ? ഈശോയുടെ സ്നേഹത്തെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ അവനെ സ്നേഹിക്കണം. അവനെ സ്നേഹിക്കാൻ ഒന്നാമതായി ചെയ്യേണ്ടത് അവനോട് സംസാരിക്കുക. നമ്മുടെയൊക്കെ ഫ്രണ്ട്സിനോട് നമ്മൾ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെ തന്നെ ഈശോയോട് നമ്മൾ സംസാരിക്കണം. എല്ലാ കാര്യങ്ങളും അവനോട് പറയാൻ നമുക്ക് പറ്റണം. നിൻ്റെ സന്തോഷവും വേദനകളും ഇന്നേ ദിവസം നടന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഈശോയോട് പറയണം. എല്ലാ ദിവസവും ഇതുപോലെ അവനോട് സംസാരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേക ധൈര്യവും ആശ്വാസവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ പലപ്പോഴും ഈശോയോടൊരു സംഭാഷണം നടത്തുവാണെങ്കിൽ ഒരു ദിവസം പോലും നമുക്ക് അവനോട് സംസാരിക്കാതിരിക്കാനായിട്ട് സാധിക്കില്ല. ഓരോ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കുമ്പോൾ ഈശോയുമായിട്ട് സംസാരിക്കാനായിട്ട് കൂടി കുറച്ച് സമയം മാറ്റി വയ്ക്കണം. അതുപോലെ ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നെല്ലായ്പ്പോഴും നമുക്ക് പറയാനും സാധിക്കണം. അതോടൊപ്പം തന്നെ പ്രാർത്ഥനയും തിരുവചന വായനയും ഉറപ്പായിട്ടും വേണം. അത് നമ്മളെ ആത്മീയരായിട്ട് കൂടുതൽ ശക്തരാക്കും. അങ്ങനെ പതിയെ പതിയെ ഈശോയുമായിട്ട് ആത്മാർത്ഥ സ്നേഹത്തിൽ വളരാൻ നമുക്ക് സാധിക്കും. ഈ സ്നേഹത്തിലൂടെ പരിശുദ്ധാത്മാവിനോട് ഐക്യപ്പെടാനും നമുക്ക് സാധിക്കും. ഈശോയോടുള്ള സ്നേഹത്തിൽ വളർന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ചില തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്നൊരു സ്വരം നമ്മൾ കേൾക്കും. നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. ആരോ സംസാരിക്കുന്ന പോലെ തോന്നും. പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരും എങ്ങനെ, ഏത് വഴിയിലൂടെ സഞ്ചരിക്കണം, എന്ത് ചെയ്യണമെന്നൊക്കെ. ഈശോയോടുള്ള ഈ വേർപ്പെടുത്തപ്പെടാത്ത സ്നേഹത്തിലായിരിക്കുമ്പോഴാണ് നമുക്ക് കിട്ടിയ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മുടെ ഓരോ ചെറിയ പ്രവൃത്തിയിലൂടെയും ദൈവത്തിൻ്റെ സ്നേഹത്തെ മറ്റുള്ളവർക്ക് കൊടുക്കണം. ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഇപ്പോഴൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് ദൈവത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കും, വളരെ വേഗത്തിൽ തന്നെ. നമ്മളിടുന്നൊരു പോസ്റ്റ് ദൈവവചനമായിക്കൊള്ളട്ടെ, എന്തായിക്കൊള്ളട്ടെ, വാട്സാപ്പിലൊരു സ്റ്റാറ്റസ് ആയിക്കൊള്ളട്ടെ, ഒരു വചനമായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കാം. ഒരാളുടെ ജീവിതത്തിൽ ചിലപ്പോൾ അത് ആശ്വാസത്തിനുള്ളതോ മാനസാന്തരത്തിനുള്ളതോ വളരെ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതും ആയിരിക്കാം. കാർലോ അക്യൂറ്റസിൻ്റെ ജീവിതം നമുക്കൊക്കെ ഒരു മാതൃകയാണ്. കാർലോ ഒരു സാധാരണ ബാലനായിരുന്നു, പക്ഷെ അസാധാരണമായ വിശ്വാസ ജീവിതം നയിച്ച ഒരു യുവ വിശുദ്ധനാണ് കാർലോ. 1991 മെയ് 3 ഇംഗ്ലണ്ടിലെ ലണ്ടനിൽ ജനിച്ചു. ചെറുപ്പം മുതൽ തന്നെ യേശുവിനെയും വിശുദ്ധ കുർബാനയെയും അതിയായി സ്നേഹിച്ചവനാണവൻ. അവൻ ലോകമെമ്പാടുമുള്ള യുക്കാരിസ്റ്റ് അത്ഭുതങ്ങളെക്കുറിച്ച് ഒരു വെബ്സൈറ്റ് തന്നെ തയ്യാറാക്കി. ടെക്നോളജി ദൈവത്തിൻ്റെ മഹത്വത്തിനായി അവൻ ഉപയോഗിച്ചു. കാർലോ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം, വിശുദ്ധനായിരിക്കുവാൻ വലിയ കാര്യങ്ങളൊന്നും വേണ്ട, ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്താൽ മതി എന്നാണ്. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ 20-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയുന്നു: എന്നാൽ എൻ്റെ ജീവൻ ഏതെങ്കിലും വിധത്തിൽ വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നില്ല. എൻ്റെ ഓട്ടം പൂർത്തിയാക്കണമെന്നും ദൈവത്തിൻ്റെ കൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകാൻ കർത്താവായ യേശുവിൽ നിന്ന് ഞാൻ സ്വീകരിച്ചിട്ടുള്ള ദൗത്യം നിർവഹിക്കണമെന്നും മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ സുവിശേഷത്തിന് സാക്ഷികളായി നമുക്കും മാറാം. നമ്മുടെ വാക്കിലെ സ്നേഹം, നമ്മുടെ മുഖത്തിലെ സമാധാനം, നമ്മുടെ ഹൃദയത്തിലെ ക്ഷമ, ഇതൊക്കെയാണ് ആദ്യ സാക്ഷ്യം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കുന്ന ഹൃദയം ദൈവത്തോട് ചേർന്നിരിക്കും. ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരാളുടെ ജീവിതം തന്നെ മറ്റുള്ളവർക്ക് പ്രകാശമാകും.
നമ്മുടെ ഹൃദയത്തെ പരിപൂർണമായ സ്നേഹമുള്ളതാക്കി മാറ്റാം. എല്ലാവരെയും സ്നേഹിക്കാം. നമ്മുടെ വിശ്വാസം ലളിതമായി പങ്കുവയ്ക്കാം. ഒരു ചെറിയ വചനം മതി ഒരാളെ മാറ്റിമറിക്കാൻ. നമ്മുടെ വേദനകളിലും പ്രയാസങ്ങളിലും ഈശോയെ സ്നേഹിക്കാം. വേദനകളിലും നമുക്ക് പുഞ്ചിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഈശോയോടുള്ള സ്നേഹത്താലാണെന്നറിയുമ്പോൾ അതിലൂടെ നമുക്ക് യേശുവിന് സാക്ഷികളാകാം. അതുകൊണ്ട് ഇന്ന് തന്നെ നമ്മുടെ ജീവിതം ഒരു സുവിശേഷമായി മാറട്ടെ. നമ്മുടെ വാക്കുകൾ പ്രത്യാശ നൽകുന്നതാകട്ടെ. നമ്മുടെ സ്നേഹം ഈശോയുടെ സ്നേഹത്തെ കൊടുത്തുകൊണ്ട് ലോകത്തിന് പ്രകാശം നൽകുന്നതാകട്ടെ. ഇതുപോലെ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ദൈവത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കട്ടെ. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.